എട്ടാം ക്ലാസ്സിലെ സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലെ അടുത്ത സെക്ഷൻ ആണ് ഓൾജിബ്രൈക് മെത്തേഡ്സ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റഷീദ സ്പെൻഡ് 200 rupees to buy 4 kilograms of okra and coriander and curry leaves for 20 rupees. What is the price of a kilogram of okra? റഷീദ 4 കിലോഗ്രാം ഓക്രയും 20 രൂപയ്ക്ക് കൊറിയാണ്ടർ ലീവ്സും കറി ലീവ്സും വാങ്ങി. മൊത്തം 200 രൂപയായി. അങ്ങനെയാണെങ്കിൽ 1 കിലോഗ്രാം ഓക്രയുടെ വില എത്രയാണ് ചോദിച്ചേക്കുന്നേ. എത്ര രൂപയ്ക്കാ? മല്ലിയിലയും കറിവേപ്പിലയും കൂടെ 20 രൂപയ്ക്കും പിന്നെ 4 കിലോഗ്രാം ഓക്രയും കൂടെ വാങ്ങിച്ചപ്പം മൊത്തം 200 രൂപയായി. നമുക്ക് എന്താ വേണ്ടത്? 1 കിലോഗ്രാം ഓക്രയുടെ വിലയാണ് വേണ്ടത്. എങ്ങനെ ചെയ്യാം? 4 kg ഓക്ര പ്ലസ് കൊറിയാണ്ടർ ആൻഡ് കറി ലീവ്സിന് എത്ര രൂപയാ? 20 rupees അല്ലേ? പ്രൈസ് ഓഫ് 4 kg ഓക്ര പ്ലസ് 20 rupees ആണ് ഈ 200 rupees അല്ലേ? അങ്ങനാണെങ്കിൽ 4 kg ഓക്രയുടെ പ്രൈസ് എത്രയാണ്? 200 മൈനസ് 20 അല്ലേ? അത് 4 kg ഓക്രയുടെ പ്രൈസ് എന്ന് പറയുന്നത് 200 മൈനസ് 20 എന്ന് പറയുന്നത് 180 അല്ലേ? 4 കിലോ ഓക്രയുടെ വില എത്ര? 180 രൂപ. അങ്ങനെയാണെങ്കിൽ 1 കിലോഗ്രാമിന് എത്ര രൂപയായിരിക്കും? 180 ഡിവൈഡഡ് ബൈ 4 ആയിരിക്കും അല്ലേ? 45 രൂപ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A 10 meter long wire is to be bent into a rectangle with the length 1 meter longer than the width. What should be the length of the sides? ഒരു 10 മീറ്റർ നീളമുള്ള ഒരു വയർ ബെൻഡ് ചെയ്തിട്ട് ഒരു റെക്ടാങ്കിൾ ഉണ്ടാക്കിയേക്കുക. എന്ത് പറഞ്ഞിട്ടുണ്ട്? വിഡ്ത്തിനേക്കാളും 1 മീറ്റർ കൂടുതലാണ് ലെങ്ത്തിന്, വീതിയേക്കാളും 1 മീറ്റർ കൂടുതലാണ് നീളത്തിന്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൈഡ്സിന്റെ ലെങ്ത് ആ ചോദിച്ചേക്കുന്നത്. ഇത് എല്ലാണ്, ഇത് ബി. നീളവും വീതിയും. വീതി നമ്മൾ എക്സ് എന്ന് കൊടുക്കുവാണെങ്കിൽ നീളം എത്ര ആയിരിക്കും? x+1 ആയിരിക്കത്തില്ലേ? വീതിയേക്കാളും 1 മീറ്റർ കൂടുതലല്ലേ? ഇനി ഇതിന്റെ ചുറ്റളവ്, ഈ ഒരു റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 10 മീറ്റർ ആയിരിക്കത്തില്ലേ? കാരണം 10 മീറ്റർ നീളമുള്ള ഒരു വയറാണ് ഈ ബെൻഡ് ചെയ്തൊരു റെക്ടാങ്കിൾ ആക്കി വെച്ചേക്കുന്നത്. അതിന് ഇതിന്റെ ചുറ്റളവ്, അതിന്റെ പെരിമീറ്റർ എന്തായിരിക്കും? 10 ആയിരിക്കും. നമുക്കറിയാം എന്താണ് പെരിമീറ്ററിന്റെ ഇക്വേഷൻ? 2 × L+B ആണ് പെരിമീറ്ററിന്റെ ഇക്വേഷൻ. 2 × L+B ആണ് ഈ 10. അങ്ങനെയാണെങ്കിൽ L+B എന്ന് പറയുന്നത് എന്തായിരിക്കും? 10/2 5 ആയിരിക്കത്തില്ലേ? ഇനി നമുക്ക് ഈ എല്ലും ബിയും ആഡ് ചെയ്ത് എന്ത് കിട്ടണം? 5 മീറ്റർ കിട്ടണം. L എത്രയാണ്? x+1 ആണ്. ബി എത്രയാണ്? x ആണ്. x+1 + x ആണ് 5. അതായത് 2x+1 ആണ് 5. അത് 2x എന്തെന്ന് കിട്ടും? 2x = ഈ 1 അപ്പുറത്ത് കൊണ്ട് മൈനസ് ചെയ്യണം. 2x = 5 - 1 എന്താ? 4 ആണ്. x = 4/2. 4/2 = 2. x എന്താണ്? 2 മീറ്റർ. വീതി എന്താണ്? ഈ ഒരു റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. ലെങ്ത് എന്തായിരിക്കും? 2 + 1 3 മീറ്റർ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 85 rupees was spent in buying pens for 25 children in a class. ഒരു ക്ലാസ്സിൽ 25 സ്റ്റുഡൻസിന് എന്ത് ചെയ്തു? പേന വാങ്ങി. പേന വാങ്ങിയപ്പോൾ മൊത്തം എത്ര രൂപയായി? 85 രൂപയായി. There were 4 rupee pens and 3 rupee pens. 4 രൂപയുടെ പേനയും ഉണ്ടായിരുന്നു, 3 രൂപയുടെ പേനയും ഉണ്ടായിരുന്നു. How many of each was bought? 4 രൂപയുടെ എത്ര പേന വാങ്ങി, അതുപോലെ 3 രൂപയുടെ എത്ര പേന വാങ്ങി? മൊത്തം 25 പേനയല്ലേ വാങ്ങിയത്? ടോട്ടൽ എത്ര രൂപയായി? 85 രൂപയായി. മൊത്തം 25 പേന വാങ്ങി. അതില് 4 രൂപയുടെ എക്സ്പെൻസ്, എക്സ് നമ്പർ ഓഫ് പെൻസ് വാങ്ങി. അപ്പം എക്സ് എത്ര നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെയാണ് 3 രൂപയുടെ എത്ര പേനയായിരിക്കും വാങ്ങിച്ചിട്ടുണ്ടാവുക? 25 മൈനസ് എക്സ് ആയിരിക്കത്തില്ലേ? ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ 10 എണ്ണം 4 രൂപയുടെ പേനയാ വാങ്ങിയെങ്കിൽ ബാക്കി എത്ര എണ്ണമാ 3 രൂപയുടെ പേന വാങ്ങിയത്? 25 10 മൈനസ് ചെയ്ത് 15 അല്ലേ? അല്ലെ 10ഉം 15ഉം അല്ലേ വാങ്ങിയത്? 4 രൂപയുടെ പെന്ന് 10 വാങ്ങിയെങ്കിൽ 3 രൂപയുടെ പെന്ന് എത്ര ആയിരിക്കും വാങ്ങിയത്? 15 ആയിരിക്കും. അതുകൊണ്ടാണ് എക്സ് ആണെങ്കിൽ 3 രൂപയുടെ പെന്ന് എത്ര? 25 മൈനസ് എക്സ് ആയിരിക്കും. അതായത് 4 രൂപയുടെ എക്സ് നമ്പർ ഓഫ് പെൻസ് അല്ലേ വാങ്ങിയത്? ഒരു പേനയുടെ വില 4. അങ്ങനെയാണെങ്കിൽ എക്സ് നമ്പർ ഓഫ് പെൻസ്
എക്സ് പേന വാങ്ങിക്കുമ്പോൾ എത്ര രൂപയാവും? 4x അല്ലേ? 4 into x അല്ലേ? പ്ലസ് 3 രൂപയുടെ എത്ര പേന വാങ്ങി? 25 മൈനസ് എക്സ് ആ വാങ്ങിയത്. അന്നേരം 3 into 25 മൈനസ് എക്സ് രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ എമൗണ്ട് ആയിട്ടുള്ള 85 കിട്ടണം. എക്സ്പാൻഡ് ചെയ്യാം ഇക്വേഷൻ. 4x പ്ലസ് 3 into 25 എന്തുവാ? 75 മൈനസ് 3 into x മൈനസ് 3x അതാണ് 85. 4x മൈനസ് 3x എന്താ? എക്സ് അല്ലേ? എക്സ് പ്ലസ് 75 ആണ് 85. അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും? 85 മൈനസ് 75 ആയിരിക്കും. ദാറ്റ് ഈസ് 10. 4 രൂപയുടെ എത്ര പേനയാ വാങ്ങിയത്? 10 പേനയാണ് വാങ്ങിയത്. അങ്ങനെയാണെങ്കിൽ 3 രൂപയുടെ എത്ര പേന വാങ്ങിക്കാണും? 25 10 കുറയ്ക്കണം. എത്ര? 15 പേന. 4 രൂപയുടെ 10 പേനയും 3 രൂപയുടെ 15 പേനയുമാണ് വാങ്ങിയത്. എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 80 meters. ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്റർ അതായത് ചുറ്റളവ് എത്രയാണ്? 80 മീറ്റർ ആണ്. ലെങ്ത് ഈസ് 1 meter മോർ ദാൻ ട്വൈസ് ദി വിഡ്ത്ത്. ലെങ്ത് എന്താണ്? വിഡ്ത്തിന്റെ ഇരട്ടിയേക്കാളും ഒന്ന് കൂടുതലാണ്. വാട്ട് ആർ ഇറ്റ്സ് ലെങ്ത് ആൻഡ് വിഡ്ത്ത്? ഈ ഒരു റെക്ടാംഗിളിന്റെ ലെങ്ത്തും വിഡ്ത്തും നീളവും വീതിയും നമ്മൾ കണ്ടുപിടിക്കണം. എന്തുവാ തന്നിട്ടുള്ളേ? വിഡ്ത്ത് ഞാൻ എക്സ് എന്ന് എടുത്തു. വിഡ്ത്തിന്റെ ഇരട്ടിയുടെ കൂടെ ഒന്ന് കൂട്ടുന്നതാണ് ലെങ്ത്. അങ്ങനെ പറഞ്ഞേക്കുന്ന ലെങ്ത് ഈസ് 1 meter മോർ ദാൻ ട്വൈസ് ദി വിഡ്ത്ത്. ഇനി നമുക്കറിയാം പെരിമീറ്റർ 80 ആണ്. അതായത് 2 into L plus B ആണ് 80. അങ്ങനെയാണെങ്കിൽ L plus B എന്തായിരിക്കും? 80/2 40 ആയിരിക്കത്തില്ലേ? L എന്താണ്? 2x plus 1 ആണ്. B x ആണ്. 2x plus 1 plus x ആണ് 40. അതായത് 3x plus 1 ആണ് 40. അല്ല 3x എങ്ങനെ കിട്ടും? 40 മൈനസ് 1 അല്ലേ? അതായത് 39 ആണ്. x ഈക്വൽ ടു 39/3. 39/3 എന്ത് കിട്ടും? 13 എന്ന് കിട്ടും. 13 മീറ്റർ. വീതി എന്താണ്? അതായത് വിഡ്ത്ത് എന്താണ്? 13 മീറ്റർ ആണ്. ലെങ്ത് എന്താണ്? 40 മൈനസ് 13 ചെയ്താൽ പോരെ? 27 മീറ്റർ.